ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ടൻചിറ കപ്പേള മുതൽ പാലം വരെയുള്ള കോൺക്രീറ്റ് കട്ടവിരിച്ച റോഡിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരള വെറ്ററിനറി സർവകലാശാലയും ICAR-ഉം പിന്നോക്ക വിഭാഗക്കാർക്ക് സൗജന്യ കോഴികളെ വിതരണം ചെയ്യുന്ന പദ്ധതി പുത്തൂർ പഞ്ചായത്ത് പ്രകാശപത്രി നടന്നു. പാർലിക്കാട് നൈമിഷ്യാരണ്യത്തിന്റെ ജ്ഞാന മഹോത്സവം ഭക്തി നിറവ് 24ാമത് തത്വസമീക്ഷ സത്രത്തിന് തുടക്കമായി. ഒല്ലൂർ ടൂറിസം കോറിഡോർ ഒരപ്പൻകെട്ട് പദ്ധതി ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ. വിശദമായ വാർത്തകളിലേക്ക്. മണ്ടൻചിറ കപ്പേള മുതൽ പാലം വരെയുള്ള കോൺക്രീറ്റ് കട്ടവിരിച്ച റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ മണ്ടൻചിറ കപ്പേള മുതൽ പാലം വരെയുള്ള തകർന്ന് തരിപ്പണമായ റോഡ് കോൺക്രീറ്റ് കട്ടവിരിച്ച് പുനർനിർമ്മിച്ച് നാട്ടുകാർക്ക് സമർപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡിലെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ PP രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം ഉപയോഗിച്ചാണ് പണി പൂർത്തീകരിച്ചത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV ജോസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗം കൃപ, ജെയ്സൺ, വിനീഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കമ്പനിപ്പടിയിൽ നിന്നും ആൽപ്പാറയിൽ നിന്നും മഞ്ഞക്കുന്ന് തെക്കുംഭാഗം പ്രദേശങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. സൂചിപ്പിച്ചതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ മനോഹരമായി നിർമ്മിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പിന്റെ മന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 2 ഘട്ടമായി ഏതാണ്ട് 5 കോടി രൂപയോളം വരുന്ന ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഫണ്ട് തന്ന് നമ്മുടെ മേഖലയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് അസാന്നിധ്യത്തിലും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ റോഡ് കടന്നിരുന്നതിൻ്റെ ഒരു പൊതുസ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ റോഡ് ഇനിയിപ്പോൾ 2 ഭാഗങ്ങളിൽ വരുന്ന എന്ന കാര്യം നിങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പായി. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഘട്ട റോഡ് ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കൂടി ഉള്ളത് കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ തദ്ദേശ റോഡുകളുടെ ഒരു സ്ഥിതി ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ അടിയന്തരമായി ഒരു പരിശോധന നടത്തി CMLRPയിലുള്ള റോഡുകൾ ഏതാണ്ട് ഒരു മാതിരിയൊക്കെ വർഷക്കാലത്തിനിടയിൽ ശ്രദ്ധിച്ച അതിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് അവസാനത്തെ വർഷം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വെച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മുടെ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് 6 കോടി രൂപ മാറ്റിവെച്ചുകൊണ്ട് എവിടെ തകർന്നു കിടക്കുന്ന പഞ്ചായത്ത് റോഡുണ്ടെങ്കിലും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയിൽ അങ്ങനെ ഒരു പദ്ധതി വെച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തായിരിക്കും. പാർലിക്കാട് നൈമിഷ്യാരണ്യത്തിൽ ജ്ഞാന മഹോത്സവത്തിന്റെ ഭക്തി നിറവ് 24ാമത് പരമ തത്വസമീക്ഷ സത്രത്തിന് തുടക്കമായി. വെങ്കിണിശ്ശേരി പാണ്ഡവഗിരി നാരായണാശ്രമ തപോവനവും വ്യാസഗിരി നവോത്ഥാൻ പ്രതിഷ്ഠാനും സംയുക്തമായാണ് സത്രം സംഘടിപ്പിച്ചത്. വിവിധ ദിവസങ്ങളിലായി സന്യാസി ശ്രേഷ്ഠരും ഭാഗവത പണ്ഡിതരും ഉൾപ്പെടെ 40ൽ പരം പ്രവക്താക്കൾ തത്വപ്രവചനം നടത്തും. ദിവസേന 5 പ്രവചനങ്ങൾക്ക് പുറമെ ശ്രീമദ് ഭാഗവത മൂലപാരായണവും ഉണ്ടാകും. ഇന്ന് വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവത് വിഗ്രഹം, ഭഗവത് ധ്വജം, ഭാഗവത ഗ്രന്ഥം തുടങ്ങിയവ സന്യാസിമാരുടെ അകമ്പടിയോടെ നൈമിഷ്യാരണ്യത്തിൽ എത്തിച്ചു. പൂർണ്ണ കുംഭം നൽകി സന്യാസി വര്യന്മാരെ സ്വീകരിച്ചു. ബ്രഹ്മർഷി ദേവപാലൻ ധ്വജാരോഹണം നടത്തി. ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി വീരഭദ്രാനന്ദ ഉദ്ഘാടനം ചെയ്തു. സ്വാമി ഭൂമാനന്ദ തീർത്ഥയുടെ ഉൾനിർവൃതിയുടെ ഉജ്ജ്വല ശാസ്ത്രം 2ാം ഭാഗം പ്രകാശനം ചെയ്തു. ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠം മുഖ്യാചാര്യൻ ഹരി ബ്രഹ്മാനന്ദ തീർത്ഥ ആദ്യ കോപ്പി ഏറ്റുവാങ്ങും. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ഷട്ട്
शक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषा ഭാഗവതം ഭക്ത ആക്ട് ഇത് ശ്രീരാമകൃഷ്ണദേവനുടെ വാക്കാണ്. ഭഗവാനും ഭാഗവതമും ഭക്തന്മാരും ഒന്നാണ്. ശ്രീരാമകൃഷ്ണദേവനോട് ജീവിതത്തിൽ ഇങ്ങനെ അത്ഭുതമായ പല വാക്കുകൾ നമുക്ക് കിട്ടുന്നു. ഉയർന്ന തത്വങ്ങളെ വളരെ സഹജമായി സിമ്പിളായിട്ട് നമുക്കെടുത്ത് അവതരിപ്പിക്കുന്ന ഒരു സ്റ്റൈലാണ് ശ്രീരാമകൃഷ്ണദേവനോട് സ്റ്റൈൽ. ഈ വാക്ക് വീണ്ടും അവതരിപ്പിക്കാൻ ഒരാവശ്യമുണ്ടാകും എനിക്ക് ഈ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. രണ്ട് കാരണം കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്, എൻ്റെ ഉപസ്ഥിതി ഇവിടെ ഉണ്ടായത്. ആദ്യത്തെ കാരണം ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന്റെ പേരിലുള്ള ഭക്തി, ശ്രദ്ധ, ഒരു ബഹുമാനം, അങ്ങനെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തോടെ സന്യാസിമാരുടെ പേരിലുള്ള അതേ ഭക്തി, ശ്രദ്ധ, ബഹുമാനം സംപൂജ്യ സ്വാമി ഭൂമാനന്ദജിയുടെ സ്വഭാവത്തിലുണ്ട്. അത് കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവം പന്തൽ കാൽനാട്ടൽ 20-ന്. ജനുവരി 14 മുതൽ 18 വരെ തൃശൂർ ജില്ലയിൽ നടക്കാനിരിക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഡിസംബർ 20 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് അതേ ദിവസം ഉച്ചയ്ക്ക് 12-ന് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ സംസ്ഥാന കലോത്സവ ലോഗോ പ്രകാശനം, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ അവാർഡ് പ്രഖ്യാപനം, പ്രോഗ്രാം ഷെഡ്യൂൾ പ്രകാശനം, റിവ്യൂ മീറ്റിംഗ് തുടങ്ങിയവയും നടക്കും. ഒല്ലൂർ ടൂറിസം കോറിഡോർ ഒരപ്പൻകെട്ട് പദ്ധതി ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യും. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസം പ്രവൃത്തികളുടെ പുരോഗതി റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെയുള്ള ഒല്ലൂർ വിനോദസഞ്ചാര ഇടനാഴിയുടെ ഭാഗമായ കേന്ദ്രങ്ങളിലെ പദ്ധതി നിർവഹണ പുരോഗതിയാണ് വിലയിരുത്തിയത്. 4.99 കോടി രൂപ ചെലവിട്ട് യാഥാർത്ഥ്യമാക്കുന്ന ഒരപ്പൻകെട്ട് ടൂറിസം വികസന പദ്ധതി ജനുവരിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചു. ഫെബ്രുവരി ആദ്യവാരം പദ്ധതി നാടിനെ സമർപ്പിക്കുന്നതിനുള്ള തീരുമാനവും യോഗത്തിലുണ്ടായി. നിലവിൽ റീറ്റെയിനിംഗ് വാൾ, ടിക്കറ്റ് കൗണ്ടർ, റെയിൽ ഷെൽട്ടർ, ഹാൻഡ് റെയിൽ, ടോയ്ലറ്റ് എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. പ്രധാന ആകർഷണമായ ഗ്ലാസ് ബ്രിഡ്ജ്, സിപ്പ് ലൈൻ തുടങ്ങിയവയുടെ നിർമ്മാണം ജനുവരിയിൽ പൂർത്തീകരിക്കുവാനാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ബോട്ട് ചെട്ടി, ചെക്ക് ഡാം എന്നിവയെല്ലാം പദ്ധതിയുടെ ഭാഗമായി വരും. ടൂറിസം കോറിഡോറിന്റെ മറ്റൊരു ആകർഷണ കേന്ദ്രമായ ചിയാരം വാക്കിംഗ് സ്ട്രീറ്റിന്റെ വികസനത്തിനുള്ള ടെൻഡർ നടപടികൾ ഡിസംബറിൽ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുവാൻ യോഗം തീരുമാനിച്ചു. KLDCയുടെ NOC ഉൾപ്പെടെ ലഭ്യമായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2.99 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ചിയാരം വാക്കിംഗ് സ്ട്രീറ്റിൽ നടക്കുക. PG 2ാം ഘട്ട സൗന്ദര്യവൽക്കരണം, വല്ലൂർകുത്ത് ടൂറിസം പദ്ധതി, പുല്ലുകുളം ടൂറിസം പദ്ധതി തുടങ്ങിയവയുടെയും പുരോഗതി യോഗം വിലയിരുത്തി. ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ IAS, ധനകാര്യം, ടൂറിസം വകുപ്പുകളുടെയും KLDCയുടെയും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ICAR-ഉം കേരള വെറ്ററിനറി സർവകലാശാലയും സംയുക്തമായി നടപ്പിലാക്കുന്ന പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സൗജന്യ കോഴി വിതരണ പദ്ധതിയുടെ 2ാം ഘട്ടം പുത്തൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കി.
തൃശൂർ ജില്ലയിൽ 3 മൃഗാശുപത്രികൾ വഴി 300 കർഷകർക്കാണ് സൗജന്യമായി 10 കോഴികളെയും തീറ്റയും കോഴി ഫാമിനുള്ള ഉപകരണങ്ങളും ആരോഗ്യ രക്ഷാമരുന്നുകളും നൽകുന്നത്. പ്രൊജക്ടിന്റെ 2ാം ഘട്ടമായി പുത്തൂർ പഞ്ചായത്തിൽ 100 കർഷകർക്കാണ് കോഴി വിതരണം നടത്തുന്നത്. വെറ്ററിനറി സർവകലാശാല സംരംഭകത്വ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ടി.എസ്. രാജീവ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ മൃഗ സംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ.ബി. ജിതേന്ദ്രകുമാർ സെമിനാറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. തുടർന്ന് കർഷകർക്കായി വീട്ടുമുറ്റത്തെ കോഴി ഇറച്ചിക്കും മുട്ടയ്ക്കും ഡോക്ടർ സ്റ്റെല്ല സിറിയക് ക്ലാസ് നയിച്ചു. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ബീന സി ജോസഫ്, മാന്നാമംഗലം മൃഗാശുപത്രി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ മനോജ് മാത്യു, പുത്തൂർ മൃഗാശുപത്രി വെറ്ററിനറി സർജൻ ഡോക്ടർ സുമി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കുംപാടം തമ്പുരാട്ടിപ്പറമ്പ് മണ്ടൻചിറ റോഡിൽ അപകട ഭീഷണിയായി മുളക്കൂട്ടം. തേക്കിൻകാടിന് സമീപത്തുകൂടി പോകുന്ന വടക്കുംപാടം തമ്പുരാട്ടിപ്പറമ്പ് മണ്ടൻചിറ റോഡിൽ അപകട ഭീഷണി ഉയർത്തി മുളങ്കൂട്ടം. തേക്കുംകൂപ്പിൽ നിൽക്കുന്ന മുളങ്കൂട്ടം കനത്ത കാറ്റിനെ തുടർന്നും റോഡിനു കുറുകെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുളങ്കമ്പ് ഒടിഞ്ഞ് ഒരു ബൈക്ക് യാത്രക്കാരന്റെ ദേഹത്ത് വീഴുകയും ചെറിയ തോതിൽ പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്ത് നിയുക്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി മിജോയുടെ നേതൃത്വത്തിൽ വനം വകുപ്പിന് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ്. കൂടാതെ തേക്കും കൂപ്പിന്റെ അരികുവശം റോഡിലേക്ക് ഇടിഞ്ഞു വരികയാണ്. ഇതുമൂലം തേക്കുമരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീഴുവാനും സാധ്യതയുണ്ട്. വരുന്ന മഴക്കാലം ഭീതിജനകമാണെന്നും അതുകൊണ്ട് തന്നെ മുളക്കൂട്ടങ്ങൾ വെട്ടിമാറ്റുകയും ഇടിഞ്ഞു പോകുന്ന പ്രദേശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഭീഷണി ഇല്ലാതാക്കണമെന്നും മിനി സിജോ പറഞ്ഞു. AC മത്തായി 11ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ആൽവിൻ സേവിയർ, ശശി കാര്യപാടൻ, രശ്മി രാജൻ, ജോസ് ഡൊമിനിക്, നിജോ തുടങ്ങിയവരും മിനി നിജോയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. നമ്മുടെ ഈ 11ാം വാർഡിന്റെ ഭാഗത്തു നിന്ന് കയറി വരുന്ന വഴി തെക്കുംപാടം, അതുപോലെ മണ്ടഞ്ചിറ, മയിലാട്ടുംപാറ, അതുപോലെ തന്നെ തമ്പുരാട്ടിപ്പറമ്പ് എല്ലാ യാത്രക്കാരും, അതായത് കാൽനടക്കാരുണ്ട്, വണ്ടി യാത്രക്കാരുണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കേണ്ട ഒരു വഴിയാണ്. ഈ വഴിയിൽ നമ്മുടെ ഈ താഴെ ബാക്കിൽ കാണുന്ന നമ്മുടെ ഈ മുളക്കൂട്ടം ജനങ്ങളുടെ ജീവന് വരെ ഭീഷണിയാവുന്ന രീതിയിൽ നിലം പൊത്താറായ രീതിയിലാണ് നിൽക്കുന്നത്. അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോഡിന്റെ ഫോറസ്റ്റിന്റെ 2 ഭാഗങ്ങളിലുമുള്ള മണ്ണിടിച്ചിൽ കാരണം പല മരങ്ങളും മുളക്കൂട്ടം മാത്രമല്ല തേക്കിൻ തൈകളായാലും ആളുകളുടെ മേലേക്ക് വീണ് വലിയൊരു അപകട ഭീഷണി ഇവിടെ നേരിടുന്നുണ്ട്. ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുളക്കൂട്ടം ഈ റോഡിലേക്ക് ഇടിഞ്ഞ് ഇപ്പൊ ഈ കാറ്റുണ്ടായ സ്ഥിതിക്ക് ഇപ്പൊ ഭയങ്കര കാറ്റാണ്. ഈ കാറ്റ് സമയത്താണ് ഈ സാധനം ഒടിഞ്ഞിപ്പോ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഈ തേക്കും ഇവിടെ തടസ്സമില്ലെങ്കിൽ ഇപ്പൊ റോഡില് ഭയങ്കര അപകടത്തിലേക്ക് ജനങ്ങൾക്ക് വണ്ടി പോകുമ്പോൾ ഇതിലേക്ക് അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ എത്രയും വേഗം ഈ മുളങ്കൂട്ടം ഇവിടുന്ന് മുറിച്ച് മാറ്റണം. അതുപോലെ തന്നെ പല തേക്കുകൾ ഈ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇതില് മഴക്കാലത്ത് ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ട് മറിഞ്ഞു വീണുണ്ട്. അപ്പൊ അത് മുറിച്ച് മാറ്റണം. അതുപോലെ തന്നെ ഈ റോഡിന്റെ സൈഡിൽ ഇപ്പൊ അവിടെ തന്നെ ഇതിന്റെ ഒരു വെള്ളം പോകാനായിട്ടൊരു സ്കാനായിട്ടുണ്ട്. അതൊരു ഹമ്പാണ് ഇട്ടത്. അത് വലിയൊരു കുഴിയിലാണ്. അത് കുഴി പോലെ താത്തിയിട്ടുണ്ട്. അതൊന്ന് നേരെ ശരിയാക്കണം. അത് ഫോറസ്റ്റിന്റെ റോഡായ കാരണം ഇത് ഒത്തിരി നിയമ തടസ്സങ്ങളുണ്ട് ഫോറസ്റ്റിന്. അവര് മുൻകൈ എടുത്തുകൊണ്ട് ഈ സാധനം എത്രയും വേഗം ഒന്ന് നടപ്പാക്കി ഈ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണം. അതുപോലെ തന്നെ ഈ മുളങ്കൂട്ടം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് അത് മുറിച്ചു മാറ്റി ഇവിടുത്തെ ജനങ്ങൾക്ക് അപകടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുള്ളൂ. ഞാൻ ഇതിലെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. എൻ്റെ വീടിവിടെ തൊട്ട് അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നേരിൽ കാണേണ്ട ഒരു മുള വീണിട്ട് ഒരു ബൈക്കുകാരൻ ഇവിടെ വന്ന് വീണു. ആളെ പിടിച്ചേൽപ്പിക്കാനും കൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് എത്രയും പെട്ടെന്നൊന്ന് വെട്ടിമാറ്റി തരണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതുപോലെ തന്നെ റോഡിൽ കുറേ അറ്റകുറ്റ പണികളുണ്ട്. വണ്ടികൾ വന്ന് വീണ് കുഴി നിലമ്പതി ഉണ്ടാക്കിയാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ച കൂടുതലാണ്. അപ്പം അതൊന്ന് നേരെയാക്കി തരണം എന്നും കൂടെ ഇതോടൊപ്പം തന്നെ പറയണം. ജനകീയ വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികളെ ആദരിച്ചു. PTA പ്രസിഡന്റ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മണലിത്തറ ജനകീയ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായി തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിജയിച്ച ശാന്ത ഉണ്ണികൃഷ്ണൻ, തോമസ് പുത്തൂർ, പ്രിയ സുനിൽ, ബ്ലോക്കിൽ നിന്നും വിജയിച്ച O ശ്രീകൃഷ്ണൻ തുടങ്ങിയവരെ മണലിത്തറ ജനകീയ വിദ്യാലയത്തിന്റെ ഹെഡ്മാസ്റ്റർ റോയ് മാസ്റ്റർ അനുമോദിച്ചു. തുടർന്ന് 4 പേരും ചേർന്ന് കേക്ക് മുറിച്ച് സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു.
തുടർന്ന് MPTA പ്രസിഡന്റ് നിരോഷ, അധ്യാപകരായ ഗായത്രി, ആൽഫി തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന കേസിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസിൽ ഇന്നലെ വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയുവാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. അവണിശ്ശേരി ഫെസ്റ്റ് 2025 ഡിസംബർ 20 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക വിളംബര ഘോഷയാത്രയോടെ തുടക്കമാവുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫാൻസി ഡ്രസ് ധരിച്ചവരും വീരനാട്യം കലാകാരന്മാരും ഘോഷയാത്രയായി മേളത്തിന്റെ അകമ്പടിയിൽ വേദിയിൽ എത്തുന്നതോടെ അവണിശ്ശേരി വികസന സമിതി പ്രസിഡന്റ് വേണുഗോപാൽ അവണിശ്ശേരി ഫെസ്റ്റിനെ കൊടികയറ്റും. അതിനുശേഷം വൈദ്യുത അലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു. ഡിസംബർ 22 തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് അവണിശ്ശേരി ഫെസ്റ്റ് സ്റ്റേജ് പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് അവണിശ്ശേരി ഫെസ്റ്റ് ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നടൻ TG രവി നിർവഹിക്കും. അവണിശ്ശേരിയുടെ തനതു നാടക കലാ സാഹിത്യ പാരമ്പര്യത്തെ തിരികെ എത്തിക്കുക, കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മനുഷ്യരെ ഒന്നായി കാണുക, കുറച്ചുനേരം അവർ ഒന്നിച്ചിരിക്കുവാനുള്ള അവസരമൊരുക്കുക, പ്രായഭേദമെന്നെ ആൺപെൺ വ്യത്യാസമില്ലാതെ അവരുടെ കഴിവുകൾ മിനുക്കിയെടുക്കുവാനുള്ള വേദിയൊരുക്കുക എന്നതാണ് അവണിശ്ശേരി ഫെസ്റ്റിന്റെ ലക്ഷ്യം. ഡിസംബർ 22 മുതൽ 31 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 വരെയാണ് അവണിശ്ശേരി ഫെസ്റ്റ് നടക്കുന്നത്. ഗാനമേളകൾ, നാടൻപാട്ട്, ഗസൽ, സന്ധ്യ ഫ്യൂഷൻ, നൃത്തങ്ങൾ, തിരുവാതിര, നാസിക് ഡോൾ പ്രകടനം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. അവണിശ്ശേരി വികസന സമിതി കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി, പ്രസിഡന്റ് വേണുഗോപാൽ, ശ്രീജിത്ത് പുളുങ്കുഴി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവണിശ്ശേരി ഫെസ്റ്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് അവണിശ്ശേരിയിലുള്ള അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു നാട്ടുത്സവമാണ്. ഈ കൊല്ലവും ഞങ്ങൾ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലത്തിന് വിപരീതമായിട്ട് 10 ദിവസം എന്നുള്ളത് ഏകദേശം 12 ദിവസം എന്നുള്ള രീതിയിലായിട്ടുണ്ട്. കാരണം ഈ വരുന്ന ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തന്നെ നമ്മൾ ഒരു സാംസ്കാരിക ഘോഷയാത്ര നടത്തുന്നുണ്ട്. ആ സാംസ്കാരിക ഘോഷയാത്രയിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെ നാട്ടിൽ നിന്നും കാണാത്ത, അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ അമ്പലത്തിലേക്കുള്ളതോ പള്ളിയിലേക്കുള്ളതോ അല്ലാത്ത രീതിയിലുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ ദേശീയ എന്താ പറയുക നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള രീതിയിലുള്ള സാംസ്കാരിക ഘോഷയാത്ര, ഒപ്പം തന്നെ കലാരൂപങ്ങളും മേളം എല്ലാം കൂടിയിട്ടുള്ളതാണ്. അതിനുശേഷം ഞങ്ങളുടെ അവണിശ്ശേരി ഫെസ്റ്റിൻ്റെ കൊടി കയറുന്നതാണ്. ഞങ്ങളുടെ പ്രസിഡന്റ്
ാണ് അത് കൊടി കയറ്റുന്നത്. അതിനുശേഷം 4 ടീമുകൾ പങ്കെടുക്കുന്ന വീരനാട്യം പ്രോഗ്രാം അവിടെ നടക്കും ശനിയാഴ്ച. അതിനുശേഷം തിങ്കളാഴ്ചയാണ് ഞങ്ങളുടെ ഔളിശ്ശേരി ഫെസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് കലാപരിപാടികൾ ആരംഭിക്കും. 7 മണിക്ക് അതിന്റെ ഉദ്ഘാടനവും നടക്കും. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഡിയിലെ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 20-21 തീയതികളിൽ ഹോട്ടൽ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ മെഗാ ട്രേഡ് ഫെയർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100-ലധികം സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. ഇതിൽ നിന്നും ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഇലക്ട്രോണിക് വീൽ ചെയർ നൽകുന്നതിനും ഉപയോഗിക്കും. വാർത്താസമ്മേളനത്തിൽ ടി ജയകൃഷ്ണൻ, ജോൺ നിതിൻ തോമസ്, കനകപ്രതാപ്, രാധിക ജയകൃഷ്ണൻ, നിർമ്മല മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. അമല ഫെലോഷിപ്പ് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ആക്ട്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ആബ ചാരിറ്റബിൾ സൊസൈറ്റി രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സൗജന്യ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെലോഷിപ്പ് പ്രസിഡന്റ് വി ഫ്രാൻസിസ് അധ്യക്ഷതയിൽ ചേരുന്ന യോഗം CVR ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിക്കും. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ, കൌൺസിലർ PN വൈശാഖ്, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പങ്കെടുക്കുന്നു. വാർത്താസമ്മേളനത്തിൽ അമല ഫെലോഷിപ്പ് ഭാരവാഹികളായ വി ഫ്രാൻസിസ്, അനിരുദ്ധൻ, റോയ് ഫ്രാൻസിസ് ലൂയിസ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരുന്നോട്ടുകര ദേവസ്ഥാനോത്സവവും ദക്ഷിണമൂർത്തി സംഗീത നൃത്തോത്സവവും ഡിസംബർ 20 വൈകിട്ട് 4 മണിക്ക് കൊടിയുയർത്തുമെന്ന് ഡോക്ടർ ജയപ്രകാശ് ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8 ദിവസം ചെന്നൈ, ബാംഗ്ലൂർ, ആന്ധ്ര, പോണ്ടിച്ചേരി, ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലെ കലാകാരന്മാരും കലാകാരികളും ദേവസ്ഥാനത്ത് പരിപാടികൾ അവതരിപ്പിക്കും. 26, 27, 28 തീയതികളിൽ പഞ്ചവാദ്യം, ശിങ്കാരിമേളം, തെയ്യം, തീയാട്ടം, കാളക്കളി, കരിങ്കാളി നൃത്തം, തിറയാട്ടം, ആനിമൽ ഡാൻസ്, അമ്മൻകുടം, ബഹുനിലക്കാവടി എന്നിവയും ആചാരപരമായ എഴുന്നള്ളിപ്പും മഹാരൂപകളത്തിൽ നൃത്ത ദർശനവും നടക്കും. 28 വൈകിട്ട് 7 മണിക്ക് കൊടിയിറക്കി തിരു ആറാട്ട് ആഘോഷിക്കും. വെട്ടുകാട് ചെറുകുന്നിൽ ശക്തമായ കാറ്റിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. അല്പസമയം ഗതാഗതവും തടസ്സപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. വെട്ടുകാട് ചെറുകുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ് ശക്തമായ കാറ്റിൽ കടപുഴകി റോഡിലേക്ക് വീണത്. ഇതോടെ പുത്തൂർ വെട്ടുകാട് റോഡിലെ ഗതാഗതം അല്പസമയം തടസ്സപ്പെട്ടു. നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്ന് ഉടൻ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മരം വീഴുന്ന സമയത്ത് റോഡിൽ വാഹനങ്ങൾ വരാതിരുന്നതിനാൽ മറ്റ് അപകടങ്ങളും ഒഴിവായി. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. സ്റ്റേഷൻ റൌഡിയും കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയുമായ
പൂമംഗലം എടക്കുളം ദേശത്ത് ഈശ്വരമംഗലത്ത് വീട്ടിൽ അഗ്നേഷ് എന്നയാളെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലാക്കി. അഗ്നേഷ് കാട്ടൂർ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതക കേസിലും 2 വധശ്രമ കേസിലും ഒരു കഞ്ചാവ് കേസിലും അടിപിടി കേസിലുമടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു കെ.സി, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഫെബിൻ, രമ്യ തുടങ്ങിയവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ടൻചിറ കപ്പേള മുതൽ പാലം വരെയുള്ള കോൺക്രീറ്റ് കട്ടവിരിച്ച റോഡിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരള വെറ്ററിനറി സർവകലാശാലയും ICAR-ഉം പിന്നോക്ക വിഭാഗക്കാർക്ക് സൗജന്യ കോഴികളെ വിതരണം ചെയ്യുന്ന പദ്ധതി പുത്തൂർ പഞ്ചായത്ത് പ്രകാശപുത്രി നടന്നു. പാർലിക്കാട് നൈമിഷ്യാരണ്യത്തിന്റെ ജ്ഞാന മഹോത്സവം ഭക്തി നിറവ് 24ാമത് തത്വസമീക്ഷ സത്രത്തിന് തുടക്കമായി. ഒല്ലൂർ ടൂറിസം കോറിഡോർ ഒരപ്പൻകെട്ട് പദ്ധതി ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.